ഹായ്. ഒരു ഫാമിലി നല്ല സ്നേഹമുള്ളൊരു ഫാമിലി, ആളുകൾ തമ്മിൽ നല്ല പരസ്പരം ബോണ്ടഡ് ആയിട്ടുള്ള നല്ല സമാധാനമുള്ളൊരു ഫാമിലി ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാമിലിയിലെ കമ്പോണൻസ്, അതായത് അതിലെ ഉള്ള ആളുകൾ ഓരോ വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ക്വാളിറ്റിയും ആ വ്യക്തികളുടെ ക്വാളിറ്റിയും അവരുടെ കോൺട്രിബ്യൂഷനുമാണ് ഈ ഫാമിലി നല്ല ബോണ്ടിങ്ങുള്ള പീസ്ഫുള്ളായിട്ടുള്ള സ്നേഹം നിറഞ്ഞ ഫാമിലിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ആണ് നല്ലൊരു ബോണ്ടിങ് ഉള്ളൊരു ഫാമിലി ആവുന്നതും അല്ലാത്ത ഫാമിലി ആവുന്നതെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതായത് ഈ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും ക്വാളിറ്റി, പേഴ്സണാലിറ്റി, അവരുടെ ബിഹേവിയർ ട്രെയിറ്റ് ആണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നാം സംസാരിച്ചു. അപ്പോൾ ഈ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ നാർസിസ്റ്റിക് ആയിട്ടുള്ള ട്രെയിറ്റ്സ് ആണെങ്കിൽ വളരെ പിരിമുറുക്കം നിറഞ്ഞതും വളരെ സംഘർഷം നിറഞ്ഞതും അതേപോലെ ഒരു സമാധാനം അധികം ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഫാമിലി ആയിരിക്കും. അവിടെ ഒരു ഏകാധിപതിയായ വ്യക്തികളുണ്ടാവും, കൂടുതൽ പരസ്പരം കൺട്രോൾ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്ന, ട്രസ്റ്റ് കുറവായിരിക്കും. നേരെ മറിച്ച് എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലെങ്കിൽ അവിടെ വളരെയധികം ട്രസ്റ്റ് ഉണ്ടാവും, വളരെ പരസ്പരം കെയറിങ് ഉണ്ടാവും, വളരെ ലിസണിങ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ബോണ്ടിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയായിരിക്കും. ഇനി ന്യൂട്രൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ സ്വന്തം കാര്യം നോക്കി ആരെയും ഉപദ്രവിക്കാതെ, ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ പറ്റുന്ന സഹായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും ന്യൂട്രൽ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോഴേക്കും ഇത് നമ്മൾ തിരിച്ചറിയാനായിട്ട് ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്നുള്ള സെൽഫ് റിഫ്ലക്ഷൻ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ പഠിക്കുമ്പോഴേക്കും നമുക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും നമ്മളെക്കുറിച്ച്? കാരണം വെച്ചാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അസംഷൻ എപ്പോഴും നമ്മളൊരു നല്ല വ്യക്തിയാണെന്നായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ വ്യക്തികളോടും ചോദിക്കാൻ സാധിക്കും. നമ്മുടെ ഫാമിലിയിലുള്ള വ്യക്തികളോട്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോടുള്ള വ്യക്തികളോട്, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ആളുകളോട്, നമ്മുടെ ജോബ് പ്ലേസിലുള്ള ആളോട് ചോദിക്കാൻ സാധിക്കും, എൻ്റെ ബേസിക്കായിട്ടുള്ള ട്രെയ്റ്റ്സ് എങ്ങനെയാണ്? ഞാൻ നല്ലൊരു ലിസണിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ഞാൻ നല്ലൊരു എംപത്തി കാണിക്കാൻ കഴിവുള്ള ഒരാളാണോ? നിങ്ങൾക്ക് എൻ്റെ കൂടെ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം ആണോ ഫീൽ ചെയ്യുന്നത്? ഞാൻ എപ്പോഴും ആർഗ്യൂ ചെയ്യുന്ന ഒരാളാണോ? അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു കുറച്ചും കൂടി ഹൃദയവലിപ്പമുള്ള ഒരാളാണോ? അങ്ങനെ നമ്മൾ ഫീഡ്ബാക്ക് ചോദിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണോ, അല്ലെങ്കിൽ ഒരു എംപത്തറ്റിക് പേഴ്സണാലിറ്റി ആണോ, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണോ എന്നുള്ളത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് നമ്മൾ സൈക്കോളജിക്കലി എന്തൊക്കെയാണ് നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്തിട്ട്, എന്തൊക്കെയാണ് എംപത്തറ്റിക് ട്രെയ്റ്റ്സ് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മളെ തന്നെ സെൽഫ് അനാലിസിസ് ചെയ്താൽ, മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ട് നമ്മളെക്കുറിച്ച് തന്നെ ഒരുപക്ഷെ മാർക്ക് ഇടാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ 100-ൽ 100 കിട്ടുന്നത്. പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുക, എങ്ങനെയാണ്, ഹൗ ഡു യു ഫീൽ മൈ പ്രസൻസ്? എൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എൻ്റെ ഓരോ പെരുമാറ്റവും, മൈ ബിഹേവിയർ, ഹൗ ഡു യു ഫീൽ, എൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നമ്മളെ തിരിച്ചറിയാനും നമ്മളെ തന്നെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്.